എൻ്റെ സിനിമാ ജീവിതം ആരംഭിക്കുന്നത് കോഴിക്കോട് നഗരത്തിൽ നിന്നാണ്. പ്രാദേശിക വാർത്തകൾ എന്ന സിനിമ കോഴിക്കോടാണ് ഷൂട്ട് ചെയ്തത്. മഹാറാണി ഹോട്ടലിലായിരുന്നു അന്ന് താമസം. കോഴിക്കോട് നഗരവും നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളും മഹാറാണി ഹോട്ടലും ഒക്കെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത, മാറ്റി നിർത്താൻ പറ്റാത്ത കാര്യങ്ങളാണ്. ആ കാലത്ത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ട് സിനിമകൾ ഉണ്ടാകുമായിരുന്നു, കോഴിക്കോട് ബേസ് ചെയ്തിട്ട് സിനിമകൾ ഉണ്ടാകുമായിരുന്നു, കൊച്ചി ബേസ് ചെയ്തിട്ട് സിനിമകൾ ഉണ്ടാകും. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരമാണ് സിനിമകൾ ഉണ്ടാവുന്നതും സിനിമാക്കാരുണ്ടായിരുന്നതുമായിട്ടുള്ള സ്ഥലം. അപ്പം അതിനിടയിൽ ഒറ്റപ്പാലം, വെള്ളവനാട് കുറേ കാലം സിനിമകളുടെ ഒരു കേന്ദ്രമായി. പക്ഷെ ഒറ്റപ്പാലത്ത് നിന്ന് അത്ര അധികം ആളുകൾ സിനിമയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഈ കോഴിക്കോടൻ സിനിമകളുടെ ഒരു ഹബ്ബ് എന്ന് പറയുന്നത് മഹാറാണി ഹോട്ടലാണ്. 1989 ഓഗസ്റ്റ് 1-ാം തീയതിയാണ് ഞാൻ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങുന്നത്. അടുത്ത ദിവസം കമൽ സാറിൻ്റെ കൂടെ സിനിമയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അസിസ്റ്റൻ്റായിട്ട്. ഞാൻ ഓഗസ്റ്റ് 1-ാം തീയതി കോഴിക്കോട് ട്രെയിൻ ഇറങ്ങുമ്പോൾ തലേ ദിവസം ജൂലൈ 31-ാം തീയതി കോഴിക്കോട് നഗരത്തിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചു. അവൾ പിൽക്കാലത്ത് ആൻ അഗസ്റ്റിൻ എന്ന പേരിൽ പ്രസിദ്ധയായി. ആൻ അഗസ്റ്റിൻ സിനിമയിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ആൻ അഗസ്റ്റിനെ സിനിമയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാനായിരുന്നു. എൻ്റെ എൽസമ്മ എന്ന ആൺകുട്ടിയിലൂടെയാണ് അവളുടെ സിനിമ പ്രവേശം. കഥ ആൻ അഗസ്റ്റിനെ കുറിച്ചല്ല, ആൻ അഗസ്റ്റിനിലെ അഗസ്റ്റിനെ കുറിച്ചാണ്. ആൻ അഗസ്റ്റിൻ്റെ അച്ഛൻ അഗസ്റ്റിൻ ചേട്ടൻ. അഗസ്റ്റിൻ ചേട്ടൻ ജനിച്ചത് 1955-ലാണ്. കോഴിക്കോടൻ സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു അഗസ്റ്റിൻ ചേട്ടൻ. അഗസ്റ്റിൻ ചേട്ടൻ സിനിമയിൽ കയറണം, സിനിമാ നടനാവണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തോടുകൂടി കോഴിക്കോട് ഉള്ള എല്ലാ സിനിമാ പ്രവർത്തകരുടെയും സുഹൃത്തായി, അവർക്ക് സിനിമയ്ക്ക് വേണ്ട എന്താവശ്യങ്ങളും നടത്തി കൊടുക്കുന്ന ആളായി, ഉത്സാഹ കമ്മിറ്റിയായിട്ട് എല്ലാ കോഴിക്കോടൻ സിനിമകളിലും ഉണ്ടായിരുന്നു. ആ പാർട്ടിയോട് അവിടുത്തെ വെള്ളം ശരിയല്ല, ആ വഴി ശരിയല്ല, ചാത്തനേറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ മടക്കി ആണല്ലോ. എന്തിനാ ബായ് ബെടക്കാക്കി തനിക്കാക്കുന്ന നിങ്ങളൊന്ന് വണ്ടി കയറി. ശശിയേട്ടൻ്റെയൊക്കെ സിനിമകളിൽ ആ കാലത്ത് സ്ഥിരമായിട്ട് ശശിയേട്ടന് ലൊക്കേഷനുകൾ കണ്ടെത്തി കൊടുക്കുക, ശശിയേട്ടൻ്റെ സിനിമകൾക്ക് വേണ്ട ആർട്ടിസ്റ്റുകളെ ഒപ്പിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമയിൽ അഗസ്റ്റിൻ ചേട്ടൻ ചെയ്യാത്ത ജോലികളില്ല. എല്ലാ കോഴിക്കോട് സിനിമ ചെയ്യാൻ വരുന്ന എല്ലാ സിനിമാക്കാരുടെയും ബന്ധുവായിരുന്നു അഗസ്റ്റിൻ ചേട്ടൻ. അപ്പം ആ കാലത്ത് അങ്ങനെ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് ഒരുപാട് സിനിമ മേഖലയിലെ ആളുകളുമായിട്ട് സൗഹൃദം ഉണ്ടാക്കിയിരുന്നു അഗസ്റ്റിൻ. 16 വർഷമായിട്ടും ഭരിക്കാൻ കിട്ടാത്തതിന്റെ വിറയല അയാൾക്ക്. വിറയ്ക്കുന്നത് കുളിര് കൊണ്ടാണ് ആ ഷക്കീലെ പ്രാന്ത. ഞാൻ സിനിമയിൽ വന്ന കാലത്ത് ഈ അഗസ്റ്റിൻ ചേട്ടന് കുറച്ചൊരു അത്ഭുതത്തോടു കൂടിയിട്ടാണ് നോക്കി കണ്ടിരുന്നത്. കാരണം അഗസ്റ്റിൻ ചേട്ടൻ ആ കാലത്ത് സിനിമയിൽ വളരെ ചെറിയ റോളുകളിലൊക്കെ അഭിനയിക്കുന്ന, വളരെ ചെറിയ റോളുകളിലൊക്കെ അഭിനയിക്കുന്ന, അല്ലെങ്കിൽ പാസിംഗ് ഷോട്ടിലൊക്കെ നടക്കുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് സംവിധായകരായിട്ടും എഴുത്തുകാരായിട്ട്, സിനിമാ തിരക്കഥാകൃത്തുക്കളുമായിട്ടും ഒക്കെ, നിർമ്മാതാക്കളായിട്ട് ഒക്കെ അടുത്ത സൗഹൃദം എങ്ങനെയാണ് ഉണ്ടാവുന്നതെന്ന് ഞാനിങ്ങനെ അത്ഭുതത്തോടുകൂടി നിരീക്ഷിച്ചിട്ടുണ്ട്. പിള്ളേരെ പഠിപ്പിക്കാനാണെന്നും പറഞ്ഞ് ക്ലാസ്സിലോട്ട് എന്ന് ബുക്കും തുറന്നു വെച്ച് ചത്തുപോയ ഭാര്യയെ കുറിച്ച് പറഞ്ഞ് കരയുന്ന ആ മുഴുവട്ടൻ പ്രൊഫസർ ഉണ്ടല്ലോ, അയാളുടെ കീഴിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ആയിരിക്കാൻ എനിക്കിനി വയ്യ. ഞാൻ പലപ്പോഴും ഈ അഭിനയിക്കാൻ ചാൻസ് വെച്ച് വരുന്ന ആളുകളോട് പറയാറുള്ളൊരു കാര്യമാണ്, സിനിമയിൽ ചെറിയ റോളുകൾ കിട്ടുന്നത് പലപ്പോഴും കഴിവിനെ ബേസ് ചെയ്തിട്ട് മാത്രമല്ല, നിങ്ങളുടെ പെരുമാറ്റം, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളോട് ഇടപഴകുന്ന ആളുകൾക്ക് നിങ്ങളോട് തോന്നുന്ന ഒരു സ്നേഹം, നിങ്ങൾ ആ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് നിങ്ങളോട് തോന്നുന്ന ഒരു കടപ്പാട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സിനിമയിൽ ചെറിയ വേഷങ്ങൾ കിട്ടാനും സിനിമയിൽ നിലനിൽക്കാനും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഗസ്റ്റിൻ ചേട്ടൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര സരസനായിരുന്നു, ഭയങ്കര സെൻസ് ഓഫ് ഹ്യൂമറായിരുന്നു. ഒരിക്കൽ പോലും എനിക്ക് തോന്നുന്നു, ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സെൻസ് ഓഫ് ഹ്യൂമറിൻ്റെ ഒരു 10% സിനിമയിൽ കഥാപാത്രങ്ങളിലൂടെ പുറത്തു വന്നിട്ടില്ല. എങ്ങോട്ട് നോക്കാൻ? നീ പോയ അന്ന് മുതൽ രാവും പകലുമില്ലാതെ ഈ തട്ടികളെ കൊണ്ട് ഉഴുതു മറിച്ചിട്ടതാ ഈ കാണുന്ന നിലം മുഴുവൻ. ദാഹിച്ചു തൊണ്ട വരളുമ്പോ എനിക്ക് കുടിക്കാൻ തന്നത് ആ കലക്കി വെച്ച പിന്നാക്കി
ചാക്കിന്റെ വെള്ള നീ വരാൻ കുറച്ചുകൂടി താമസിച്ചിരുന്നേ ആ പുല്ലു എന്നെ കൊണ്ട് തീറ്റിക്കായിരുന്നു. വ്യക്തിപരമായിട്ട് ഇടപഴകുന്ന സമയത്ത് പറയുന്ന തമാശകൾ, ചിലപ്പോൾ വൈകുന്നേരം കമ്പനി കൂടുമ്പോൾ അടിക്കുന്ന ചില കൗണ്ടർ തമാശകൾ, മറ്റാളുകൾ പറഞ്ഞ തമാശ കഥകൾ അതിനേക്കാൾ നന്നായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉള്ള കഴിവ്, തന്നെക്കുറിച്ച് മറ്റുള്ളവർ കഥകൾ ഉണ്ടാക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കും, അത് കേട്ട് പൊട്ടിച്ചിരിക്കും. പലരും സിനിമയിൽ അവരെ വെച്ചിട്ട് ഒരു തമാശ കഥ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പരിഭവിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അഗസ്റ്റിൻ ചേട്ടന് പറയുന്നത്, എന്നെക്കുറിച്ചൊരു കഥ ഉണ്ടാക്കുമ്പോൾ ഞാനൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായി അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ പരിസരത്ത് ഉണ്ട് എന്നല്ലേ അതിൻ്റെ അർത്ഥം, അത് നല്ലതല്ലേ എന്നാണ് ചോദിക്കുക. ഒരുപാട് തമാശ കഥകൾ, ഇപ്പോൾ ഇന്നസെൻ്റ് ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ള ചില കഥകൾ ഞാൻ ആദ്യം കേട്ടിട്ടുള്ളത് അഗസ്റ്റിൻ ചേട്ടൻ പറഞ്ഞിട്ടാണ്. അത് അതുപോലെ പറയും, ഭയങ്കര എഫക്റ്റീവായിട്ട് പറയും. കോഴിക്കോട് അദ്ദേഹത്തിനൊരു വലിയ സൗഹൃദ വലയം സിനിമയിലുണ്ടായിരുന്നു. ആ സൗഹൃദ വലയത്തിലുള്ള ആൾക്കാരാണ് ശശിയേട്ടൻ, IV ശശി സാറ്, ഡയറക്ടർ രഞ്ജിത്ത്, ഗിരീഷ് പുത്തഞ്ചേരി, സിനിമാ നടൻ സിദ്ദിഖ്, കോഴിക്കോട് ഷാജൂൺ കാര്യാൽ, VM വിനു, അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവരെക്കുറിച്ചൊക്കെ കഥകൾ ഉണ്ടാക്കി പറയും, അവർ തന്നെ എൻജോയ് ചെയ്യുന്ന കഥകൾ. അപ്പം അഗസ്റ്റിൻ ചേട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എപ്പോഴാണെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല. കോഴിക്കോട് നടക്കുന്ന ഏതോ സിനിമയുടെ സെറ്റിൽ വെച്ചിട്ടാണ്. അതൊക്കെയാണ് പ്രാദേശിക വാർത്തകളിൽ വെച്ചിട്ടാണെന്ന് തോന്നുന്നു. പ്രാദേശിക വാർത്തകൾ എഴുതിയത് രഞ്ജിത്തായിരുന്നു. പിൽക്കാലത്ത് ഡയറക്ടറായ രഞ്ജിത്താണ് പ്രാദേശിക വാർത്തകളുടെ സ്ക്രിപ്റ്റ് എഴുതിയത്. കമൽ സാറുമായിട്ട് പെരുവണ്ണാർത്തെ വിശേഷങ്ങൾ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയായിരുന്നു പ്രാദേശിക വാർത്തകൾ. അപ്പോൾ ആ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിയ സമയത്ത് കാലാൾപ്പട എന്ന് പറയുന്ന വിജയ് തമ്പി സാറിൻ്റെ സിനിമ എഴുതാൻ വേണ്ടിയിട്ട് രഞ്ജി പോയി. അപ്പോൾ പ്രാദേശിക വാർത്തകളുടെ സെറ്റിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഷൂട്ടിംഗ് തുടങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ സെറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രഞ്ജിയും അഗസ്റ്റിൻ ചേട്ടനും അലക്സ് കടവിൽ എന്ന് പറഞ്ഞ രഞ്ജിയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, അദ്ദേഹം ഈ കാലാൾപ്പടയുടെ ഒക്കെ പ്രൊഡ്യൂസറും ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ അലക്സ് കടവിൽ ഈ അഗസ്റ്റിൻ ചേട്ടൻ ഒക്കെ കൂടിയിട്ട് പ്രാദേശിക വാർത്തകളുടെ സെറ്റ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അന്നാണ് ഞാൻ ഇദ്ദേഹത്തെ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഒരു മുഖപരിചയമുള്ള ആൾ അവരുടെ ഇടയിൽ അഗസ്റ്റിൻ ചേട്ടനാണ്. അഗസ്റ്റിൻ ചേട്ടൻ സിനിമകളിലൊക്കെ ചെറിയ റോളുകളിൽ നമ്മളെല്ലാ സിനിമയും കാണുന്ന ഒരു കാലമാണ്. അപ്പോൾ അഗസ്റ്റിൻ ചേട്ടൻ അങ്ങനെ സ്ക്രീനിൽ കണ്ട ഒരു മുഖപരിചയമുണ്ട്. രഞ്ജി സെറ്റിലേക്ക് വരുന്ന ഒരു രാജകുമാരനെ പോലെയാണ്, കൂടെ അനുയായികളും സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള ഒരു രാജകീയമായ വരവാണ്. അപ്പം അങ്ങനെ അന്ന് ആണ് ആദ്യമായിട്ട് അഗസ്റ്റിൻ ചേട്ടനെ കാണുന്നത്. പിന്നീട് ഞങ്ങൾ പരിചയപ്പെടാനൊക്കെ ഒരുപാട് കാലമെടുത്തു. കാരണം എന്നെക്കുറിച്ച് അദ്ദേഹത്തിനും അദ്ദേഹത്തെക്കുറിച്ച് എനിക്കും ഒക്കെ അറിയാം, കോമൺ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ നേരിട്ട് കണ്ടുമുട്ടാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ല. ശശിയേട്ടൻ്റെ സിനിമകളിൽ രഞ്ജിത്ത് സ്ക്രിപ്റ്റ് എഴുതുന്ന എല്ലാ സിനിമകളിലും അഗസ്റ്റിൻ ചേട്ടനൊരു ശ്രദ്ധിക്കപ്പെടുന്ന റോളുണ്ട്. ആദ്യകാലത്ത് ഒന്ന് ഈ സിനിമകൾ ചെയ്ത് ബെറ്ററായി വന്ന ഒരു ആക്ടറാണ് അഗസ്റ്റിൻ ചേട്ടൻ. അങ്ങനെ 86 കോഴിക്കോട് സത്യനന്ദിക്കാട് സാറിൻ്റെ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, ശ്രീനേട്ടനും സത്യേട്ടനും കൂടി ചെയ്ത ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് കോഴിക്കോട് വന്നു. അപ്പോൾ അന്ന് ശ്രീനേട്ടനുമായിട്ടും സൗഹൃദം ഉണ്ടായിരുന്നു അഗസ്റ്റിൻ ചേട്ടൻ. അങ്ങനെ ശ്രീനേട്ടനും പറഞ്ഞ അനുസരിച്ച് അഗസ്റ്റിൻ ചേട്ടൻ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ലൊക്കേഷൻ കണ്ടെത്തി, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൻ്റെ ലൊക്കേഷൻ കണ്ടെത്തി കൊടുക്കുന്നത് അഗസ്റ്റിൻ ചേട്ടനാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അതിന് നന്ദി സൂചകമായിട്ട് അഗസ്റ്റിൻ ചേട്ടന് ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൽ ലാലേട്ടൻ്റെ കൂട്ടുകാരനായിട്ട് റൂംമേറ്റായിട്ട് ഒരു റോളും കൊടുക്കും. ഒന്നൊക്കിരി വാടകയില്ല അല്ലെ പെട്ടിയെടുത്തോ ഇറങ്ങിച്ചോ. എടോ മനുഷ്യനായ കുറച്ച് നാണോ മാനോ ഒക്കെ വേണം, നമുക്ക് മുറി പോയി സംസാരിക്കാം. അവിടെ പോയിരുന്നു ആരെ കാര്യം പറ, അയലത്തുകാരൊക്കെ കേട്ടോണ്ടിരിക്കുന്നു, അവർക്ക് തോന്നുന്നു. അപ്പോൾ അന്ന് നമ്മൾ സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോൾ 86 എന്ന് പറയുമ്പോൾ ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഈ സിനിമ കാണാൻ പോകുമ്പോൾ നമുക്ക് ആ സിനിമയിലെ ഏറ്റവും ഇഷ്ടമായ ഒരു കാസ്റ്റിംഗ് എന്ന് പറയുന്നത് മാമുക്കോയും അഗസ്റ്റിൻ ചേട്ടനുമാണ്. ഈ ലാലേട്ടൻ്റെ സഹമുറിയന്മാർ, ഫ്ലാഷ് ബാക്കിലെ സഹമുറിയന്മാർ. നിന്റെ ആ പുഴുങ്ങിയ ചിരിയുണ്ടല്ലോ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അല്ല നമ്മൾ പിടിക്കുന്ന കാര്യം കുത്തിട്ട് കുറച്ച് തീർച്ചയായിട്ടും എന്തായാലും ഓ അങ്ങനെ ചിരിച്ചു കൊടുക്കാം. മതി പറ പിടിച്ചേ, പ്രശ്നം തീർന്നല്ലോ. ആ ഇത് കാര്യം അല്പം പെശകുള്ള പോലെ തോന്നുന്നുണ്ട്. എന്ത് അന്ന് നീ ലോക്കപ്പിൽ കിടന്നപ്പോ അവൾ അച്ഛനോട് പറഞ്ഞ് നിന്നെ ഇറക്കിച്ചു, ഇപ്പതാ കാശും കൊണ്ടുവന്നിരിക്കുന്നു. നേരെ തന്നെ. അല്ല മോനെ തടി കേട് വരുമോ? സാധാരണഗതിയിൽ
സിനിമയിൽ അത്തരം റോളുകളിൽ ഈ ചാൻസ് വെച്ച് വരുന്ന സുന്ദരക്കുട്ടപ്പന്മാരാരെങ്കിലും രണ്ടുപേരെ ലാലേട്ടൻ്റെ അതേ പ്രായമുള്ള അതേപോലെ തന്നെ രൂപമുള്ള ആൾക്കാരൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ വരും. പക്ഷേ ഇത് ലാലേട്ടനായിട്ട് രൂപത്തിലോ ഭാവത്തിലോ ഒരു ബന്ധവുമില്ലാത്ത രണ്ട് പ്രായത്തിലുള്ള ആളുകൾ, അതാണ് അഗസ്റ്റിൻ ചേട്ടനും മമ്മൂട്ടി. അത് ഭയങ്കര രസമുള്ള കാസ്റ്റിംഗ് ആയിരുന്നു. അത് ആ സിനിമയിലെ അവരുടെ ജീവിതവും ജീവിത പരിസരത്തിനെയൊക്കെ ഭയങ്കര റിയലാക്കി മാറ്റുന്നതിൽ ഭയങ്കരമായിട്ട് സഹായിച്ചു. അപ്പോൾ കോഴിക്കോടൻ ഭാഷയിൽ സംസാരിക്കുന്ന ഒരാളെ സിനിമയിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കുന്നത് ആ സിനിമയിലാണ്, ഗാന്ധിനഗർ 2nd സ്ട്രീറ്റ്. എനിക്ക് വിവരമുണ്ടോന്നറിയില്ല, ബസ് സ്റ്റാൻഡിൽ ലോട്ടറി ടിക്കറ്റ് വെച്ചറിഞ്ഞ ഉസ്മാന് ഇവൻ എങ്ങനെ ഔതക്കുട്ടിയാതിന്റെ മോളെ കെട്ടിയെന്ന് അറിയാൻ എനിക്ക് എങ്ങനെ ആയിഷാനെ കണ്ടാൽ മൂത്തുനിന്ന് കണ്ണെടുക്കൂല. അജാതിക്കിളി തത്ത പനന്തത്ത പോലത്തെ പെൺകുട്ടി. ബാപ്പാന്റെ സ്വത്തും തറവാട്ടുമായും വേറി സംഗതി പുറത്തറിഞ്ഞാൽ ഔതക്കുട്ടിയാജി ഉസ്മാന്റെ ഭാര്യയിൽ വളച്ചിട്ട് ജനലിന് ഗ്രിൽസ് വെച്ചാണ്. അതിനു മുൻപ് അവിടെ കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ പാരലൽ സിനിമ അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സിനിമ എന്നൊക്കെ പറയാവുന്ന ഒരു സിനിമയിലൊക്കെ മറ്റേ പുള്ളി ഒരു ക്യാരക്ടറുള്ള ഒരു ചെറിയ റോള് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതാണ് പുള്ളിയെ പുറം ലോകം പ്രേക്ഷകർ ശ്രദ്ധിക്കുന്ന ആദ്യത്തെ കഥാപാത്രം. പിന്നീട് നീലഗിരി എന്നൊക്കെ പറയുന്ന രഞ്ജി എഴുതിയിട്ടുള്ള സിനിമകളിലൊക്കെ പുള്ളിക്ക് റോളുണ്ടാവും. പിന്നെ ശശിയേട്ടൻ്റെ സിനിമകളിലുണ്ടാവും, VM വിനുവിൻ്റെ സിനിമകളിലുണ്ടാവും, ഷാജൂൺ കാര്യാലിൻ്റെ സിനിമകളിൽ റോളുണ്ടാവും. പിന്നീട് ഷാജി കൈലാസിൻ്റെ സിനിമകളിൽ സ്ഥിരം സാന്നിധ്യമായി, കെ മധു സാറിൻ്റെ സിനിമകളിൽ സ്ഥിര സാന്നിധ്യമായി. 150-ലധികം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ മറവത്തൂർ കനവ് ചെയ്യുന്ന സമയത്ത് അതിൽ ഈ മമ്മൂക്കയുടെ സുഹൃത്തുക്കൾ 3 പേര്, നാട്ടിൽ നിന്ന് വരുന്ന 3 സുഹൃത്തുക്കളിൽ ഒരാളായിട്ട് ശ്രീനേട്ടൻ ആണ് അഗസ്റ്റിൻ ചേട്ടൻ്റെ പേര് സജസ്റ്റ് ചെയ്തത്. അഗസ്റ്റിൻ ചേട്ടൻ്റെ പേരും ജെയിംസ് ചേട്ടൻ്റെ പേരും, ജെയിംസ് ചേട്ടനും കലാഭവൻ മണിയായിരുന്നു ആ 3 പേര്. ജെയിംസ് ചേട്ടനെയും അഗസ്റ്റിൻ ചേട്ടനെയും സജസ്റ്റ് ചെയ്യുന്നത് ശ്രീനേട്ടൻ. അങ്ങനെ എൻ്റെ ആദ്യത്തെ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചു. മറവത്തൂർ കനവ് കഴിഞ്ഞ് ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറയുന്ന സിനിമയിലും അഗസ്റ്റിൻ ചേട്ടൻ ശ്രീനേട്ടൻ്റെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഈ തമാശ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിച്ചിരി ഗിരീഷ് പുത്തഞ്ചേരിനെ കുറിച്ചൊക്കെ പറയുന്ന ചില കഥകളുണ്ട്. അതിപ്പോൾ നമുക്ക് രണ്ടുപേരും മരിച്ചു പോയതുകൊണ്ട് ഇപ്പോൾ ഇരുന്ന് ആ കഥകളൊക്കെ പറയാമോ എന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് അത് ഞാൻ തൽക്കാലം പറയുന്നില്ല. പക്ഷേ ഒരുപാട് കഥകളുണ്ട്. അത് എക്സാക്ട്ലി ഗിരീഷ് പുത്തഞ്ചേരിയൊക്കെ സംസാരിക്കുന്ന പോലെ തന്നെ സംസാരിക്കുക അഗസ്റ്റിൻ, ചിരിച്ച് ചത്തുവും. അതുപോലെ അഗസ്റ്റിൻ ചേട്ടനെ കുറിച്ച് ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞ ഒരു കഥ, ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞു പോലും, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, അപ്പോൾ ഈ അഗസ്റ്റിൻ ചേട്ടൻ ഇങ്ങനെ കൊണ്ട് കഥകൾ ഉണ്ടാക്കിപ്പിക്കാൻ ഭയങ്കര മിടുക്കനാണ്. ഇങ്ങനെ തോണ്ടി എടുക്കും. അപ്പോൾ അഗസ്റ്റിൻ ചേട്ടൻ ഇന്നസെൻ്റ് ചേട്ടൻ വെറുതെ ഇരിക്കുമ്പോൾ എന്താ ആലോചിക്കുക? അപ്പോൾ ഇന്നസെൻ്റ് ചേട്ടൻ ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, എൻ്റെ കുടുംബം, എൻ്റെ അപ്പൻ, എൻ്റെ അപ്പൻ്റെ അപ്പൻ, അങ്ങനെ എൻ്റെ അപ്പൻ്റെ അപ്പൻ്റെ അപ്പൻ, അപ്പൻ്റെ 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 അപ്പൻ, അങ്ങനെ ഇങ്ങനെ ഈ എൻ്റെ കുടുംബത്തിൻ്റെ വേരന്വേഷിച്ചിട്ട് ഞാൻ അങ്ങനെ പോവും. അങ്ങനെ എനിക്ക് കുറേ കാലം മുമ്പ് എൻ്റെ ഈ അപ്പൻ്റെ അപ്പൻ രാജാവിൻ്റെ പടനായകനായിരുന്നു എന്നെനിക്ക് മനസ്സിലായി. അപ്പോൾ അഗസ്റ്റിൻ ചിരിച്ചു പോയി. കാരണം ഇന്നസെൻ്റ് ചേട്ടൻ്റെ രൂപമുള്ള ഒരാൾ പടനായകനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതിനെ കുറിച്ചൊക്കെ ആലോചിച്ചിട്ട് ചിരിക്കുക. അത് ഇന്നസെൻ്റ് ചേട്ടൻ പ്രസൻറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു തമാശയുണ്ട്. അപ്പോൾ അഗസ്റ്റിൻ ചേട്ടൻ ഇന്നസെൻ്റ് ചേട്ടനോട് ചോദിച്ചു, എൻ്റെ കുടുംബത്തിൻ്റെ വേര് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇന്നസെൻ്റ് ചേട്ടൻ കുറച്ച് നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അതായത് ഞാൻ എൻ്റെ ആലോചിച്ച് എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു, ഞാൻ നിന്നോട് പറയാൻ മറന്നതാണ്. നിൻ്റെ അപ്പൻ്റെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ അന്വേഷിച്ച് പോയപ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ കാലത്ത് എത്തി, 2000 വർഷങ്ങൾക്ക് പുറകിലേക്ക് എത്തി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിൻ്റെ അപ്പാപ്പൻ റോമൻ പടയാളിയായിരുന്നു. ക്രിസ്തുവിനെ കുരിശിൽ തറയ്ക്കാൻ കൊണ്ടുപോയ റോമൻ പടയാളികളിൽ ഒരാൾ നിൻ്റെ അപ്പാപ്പനാണ്. അങ്ങനെ ഗാഗുൽത്താ മലയുടെ മുകളിൽ എത്തിയപ്പോൾ ഈ കുരിശിൽ തറയ്ക്കാൻ വേണ്ടി ക്രിസ്തുവിനെ കുരിശിൽ കിടത്തിയപ്പോഴാണ് അവർ ഓർത്തത് അടിക്കാനുള്ള ആണി മേടിക്കാൻ മറന്നു. അങ്ങനെ ഈ മറ്റ് പട്ടാളക്കാരുടെ നേതാവ് 10 പൊൻപണം എടുത്തിട്ട് നിൻ്റെ അപ്പാപ്പൻ്റെ കയ്യിൽ കൊടുത്തിട്ട് 4 ആണി മേടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. 2 കൈക്കും 2 കാലിനും വേണ്ടിയിട്ട് 4 ആണി മേടിക്കാൻ പറഞ്ഞു. നിൻ്റെ അപ്പാപ്പൻ അതിൽ നിന്ന് കമ്മീഷൻ അടിച്ചിട്ട് 1 ആണിയുടെ കാശ് അടിച്ചു. അങ്ങനെ 3 ആണിയും കൊണ്ടുവന്നു. അതുകൊണ്ടാണ് കർത്താവിനെ 3 ആണിയിൽ
കാലിലും 2 കാലും കൂട്ടിയിട്ട് ഒരാണിയും 2 കൈകളിലും ഒരാണിയായപ്പോൾ ഇത് നിൻ്റെ അപ്പാപ്പൻ കമ്മീഷൻ അടിച്ചിട്ടാണെന്ന് പറഞ്ഞു. ഇത് ഈ കഥ ഇന്നസെൻ്റ് ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടത് അഗസ്റ്റിൻ ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നിട്ടാണ്. എന്നിട്ട് പറയാം എന്താ അയാളെ ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് ഞാൻ തന്നെ തോണ്ടി പറയിപ്പിച്ച് ഉണ്ടായ കഥയാണ്. ഇത്തരം ഒരുപാട് കഥകളുണ്ട്. അഗസ്റ്റിൻ ചേട്ടൻ ഇതുപോലെ പറയുന്ന കുറേ കഥകളുണ്ട്. അങ്ങനെ ഞങ്ങൾ തമ്മിലൊരു സൗഹൃദം ഉണ്ടായി. പിന്നെ ഈ കോഴിക്കോടൊക്കെ ഉണ്ടാകുന്ന സൗഹൃദ സദസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹാർമോണിയം വായിച്ച് പാടുന്ന ഒരാൾക്ക് ഹാർമോണിയം വായിക്കാൻ അറിയാം, മറ്റൊരാൾ പാടും. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ചെറിയ പാനീയ ഉപചാരങ്ങൾ നടക്കും. അതിൻ്റെ കൂട്ടത്തിൽ പാട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ജീവിതം നയിച്ചിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ. അപ്പം അത് കുറച്ച് കൂടിപ്പോയോ അഗസ്റ്റിൻ ചേട്ടൻ്റെ കാര്യത്തിൽ എന്ന് എനിക്ക് സംശയമുണ്ട്. അത് കഴിക്കുന്നതിൻ്റെ അളവിലൊന്നും ഒരു കൺട്രോളും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരിക്കൽ എനിക്ക് തോന്നുന്നത് 2009 മറ്റോ ആണ് എന്ന് തോന്നുന്നു. 2009 മറ്റോ അദ്ദേഹത്തിന് ഒരു സ്ട്രോക്ക് ഉണ്ടാകുന്നത്. അപ്പം ആ സ്ട്രോക്ക് സംഭവിച്ചിട്ട് അതൊരു ഭയങ്കര ഷോക്കായിരുന്നു. കാരണം എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭയങ്കര വാചാലമായി സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സംസാരത്തിനൊക്കെ പ്രശ്നം വന്ന് ഒരു കൈക്കും ഒരു കാലിനും ബലക്ഷയം വന്നിട്ട് വീട്ടിലിരിപ്പാവുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഞങ്ങൾ അറബിക്കഥ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ഒരു നല്ല റോളുണ്ടായിരുന്നു. എൻ്റെ പല സിനിമകളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. അറബിക്കഥയിലൊരു നല്ല ക്യാരക്ടറായിരുന്നു. ദുബായിൽ ശ്രീനേട്ടൻ്റെ കൂടെയുള്ള താമസിക്കുന്ന ലേബർ ക്യാമ്പിൽ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ആളായിട്ട് ശ്രീനേട്ടൻ്റെ ബാഗൊക്കെ പിന്നീട് അന്വേഷിച്ച് വരുന്ന അൻവറിന് കൊടുക്കുന്നതൊക്കെ അഗസ്റ്റിൻ ചേട്ടൻ. ഫ്രിഡ്ജും ടി വി ഇവിടെ വീട് പണി തീർന്നിട്ടില്ല. നറുക്കെനിക്ക് വീണാൽ 2ാം നിലയുടെ റൂഫ് വാർത്ത് വീട് അങ്ങ് ഫിനിഷ് ചെയ്യായിരുന്നു. ഈശ്വര മൂന്നേട്ടനാ നന്നായി. കൂട്ടത്തിൽ അത്യാവശ്യേ മൂന്നിന് തന്നെയാ. ബാങ്കിലെ കടം പകുതി മുക്കാലും വീട്ടാം. ഇതുവരെ അയച്ചത് മുഴുവൻ പലിശയായിട്ട് പോയി. അങ്ങനെ ദുബായിൽ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളൊക്കെ ശ്രീനേട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു അഗസ്റ്റിൻ ചേട്ടന്. ജനങ്ങളെ മുഴുവൻ ചിരിപ്പിക്കുന്ന, സിനിമയിലൂടെ ആളുകളെ ചിരിപ്പിക്കുന്ന ശ്രീനേട്ടന്, അതുപോലെ ഇന്നസെൻ്റ് ചേട്ടനെയൊക്കെ പൊട്ടിച്ചിരിപ്പിക്കുന്ന ആളായിരുന്നു അഗസ്റ്റിൻ ചേട്ടൻ. അപ്പം അദ്ദേഹം ഉള്ള സ്ഥലത്ത് തന്നെ ഒരു ഭയങ്കര ആഹ്ലാദത്തിൻ്റെയും സെലിബ്രേഷൻ്റെയും ഒരു മൂഡുണ്ടായിരുന്നു. എന്തായാലും 2009 അദ്ദേഹത്തിന് ഈ സ്ട്രോക്ക് വന്നു. അങ്ങനെ ആ സമയത്ത് ഞാൻ എൽസമ്മ എന്ന ആൺകുട്ടി എന്ന് പറയുന്ന സിനിമ പ്ലാൻ ചെയ്തതിൽ മറ്റൊരു നായികേനെയൊക്കെ ഫിക്സ് ചെയ്തു. പക്ഷെ അവരുടെ റെമ്യൂണറേഷൻ കുറച്ചല്ല നല്ലോണം കൂടുതൽ ചോദിച്ചു. അത് ആ സിനിമയുടെ ബഡ്ജറ്റിന് ചേരുന്നതല്ല എന്നുള്ളതുകൊണ്ട് പകരം പുതിയ ഒരാളെ നോക്കാം എന്ന് ആലോചിച്ച് സിനിമ ഷൂട്ടിംഗ് തുടങ്ങേണ്ട സമയമായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കാലിക്കറ്റ് വഴി എന്തോ കാര്യത്തിന് പോകുമ്പോൾ അഗസ്റ്റിൻ ചേട്ടന് അവിടെ ഇങ്ങനെ വീട്ടിൽ റെസ്റ്റിലാണ്, ഈ സ്ട്രോക്കൊക്കെ വന്നിട്ട് വിശ്രമത്തിലാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ പോകുന്നു. ആ ഗൃഹസന്ദർശനത്തിലാണ് ഞാൻ ആൻ അഗസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്നത്. അവളെ മുമ്പ് കണ്ടിട്ടുണ്ട്. അവളുടെ ചേച്ചിയുടെ കല്യാണത്തിന് വെച്ചിട്ട് ഞാൻ അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. അതിനു മുമ്പ് ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കല്യാണ തിരക്കിനിടയിൽ നമ്മളൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആനെ ശരിക്കും കാണുന്നതും ശരിക്കും മുതിർന്നതിന് ശേഷം പരിചയപ്പെടുന്നതും ആ സന്ദർശന സമയത്താണ്. ഇപ്പം ചേച്ചിയുടെ കല്യാണക്കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു ഓർമ്മ. ഞാൻ ഏതോ ഒരു ഷൂട്ടിങ്ങിനിടയിൽ വെച്ചാണ് കോഴിക്കോട് ഭാഗത്ത് എവിടെയുള്ളൊരു പരിസരത്ത് എവിടെയുള്ളൊരു ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ടാണ് അഗസ്റ്റിൻ്റെ മകളുടെ കല്യാണത്തിന് ക്ഷണിച്ചിട്ട് ഞാൻ പോകുന്നത്. അപ്പം ഞാൻ അവിടെ പ്രൊഡക്ഷനിൽ നിന്ന് ഒരു 10,000 രൂപ കവറിലാക്കി തരാൻ പറഞ്ഞു. എൻ്റെ അക്കൗണ്ടിൽ എഴുതിയിട്ട് ഒരു 10,000 രൂപ അത് വിവാഹ സമ്മാനമായിട്ട് അഗസ്റ്റിൻ്റെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റൂമിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു കോൾ വന്നു. അഗസ്റ്റിൻ, അല്ലല്ലോ ഒരു കാര്യം പറയുമ്പോൾ വേറെ ഒന്നും വിചാരിക്കരുത്, എന്നെ തെറ്റിദ്ധരിക്കരുത്, പക്ഷെ നിന്നെ ഒരാളും പറ്റിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് വിളിച്ച് പറയുന്നത്. നീ ആ കവറിലിട്ട് തന്ന പൈസയിൽ 9,000 രൂപയാണ് ഉണ്ടായിരുന്നത്. 9,000 രൂപയാണോ നീ ഉദ്ദേശിച്ചത്? സാധാരണഗതിയിൽ നമ്മൾ ഒന്നുകിൽ 5,000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ അല്ലെങ്കിൽ 15,000 രൂപ അങ്ങനെ റൗണ്ട് ഫിഗറിലാണല്ലോ വെക്കാറ്. അപ്പോൾ എനിക്കറിയാം നീ ലൊക്കേഷനിൽ നിന്നാണ് വരണതെന്ന്. അപ്പോൾ നീ അവിടുത്തെ ക്യാഷ്യറുടെ അടുത്ത് ഒരു 10,000 രൂപ കവറിലാക്കി തരാൻ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അതിൽ 10,000 ഉണ്ടായിരുന്നില്ല, 9,000 ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് നീ അറിയണം. അല്ലെങ്കിൽ നിന്നെ അത് മനഃപൂർവ്വം പറ്റിച്ചതാണെങ്കിൽ അവരങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. അതല്ല അവർക്ക് തെറ്റുപറ്റിയതാണെങ്കിലും നീ അത്
കറക്റ്റ് ചെയ്യണം, കാരണം നിന്റെ പേരിൽ അവിടെ 10,000 രൂപ എഴുതി വയ്ക്കും. അപ്പോൾ അതുകൊണ്ട് അത് അവരോട് പറയണം 10,000 ഉണ്ടായിരുന്നില്ല 9,000 ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയണം. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, ഭയങ്കര അത്ഭുതവും സന്തോഷവും തോന്നി. കാരണം സാധാരണ ഇതിൽ അങ്ങനെ ആരും പറയില്ലല്ലോ. ഒരു സമ്മാനം കൊടുത്ത തുകയിൽ 1,000 രൂപ കുറവുണ്ടായിരുന്നു എന്ന് ആരും പറയില്ല. അതായിരുന്നു അസിസ്റ്റന്റ്. അതൊന്നും അങ്ങനെ അത്തരം കാര്യങ്ങളിലൊന്നും ഒരു മടിയുമില്ല. അങ്ങനെ ഞാനത് അന്ന് തന്നെ ലൊക്കേഷനിലെ പൈസ തന്ന കാഷ്യറോട് വിളിച്ചു ചോദിച്ചു. അയാൾ പറഞ്ഞു അയാൾ 10,000 തന്നെ വെച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് അയാൾ ആർഗ്യൂ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു ആർഗ്യൂ ചെയ്യണ്ട, കാരണം 10,000 രൂപ അതിലില്ലേ, നിങ്ങൾ തന്ന കവർ അങ്ങനെ ഞാൻ പോക്കറ്റിലിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുത്താണ്, അതിൽ 9,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നിങ്ങളിത് ആർഗ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളാണ് ആ 1,000 രൂപ എടുത്തത്. പക്ഷെ ഞാനിതിനിപ്പോൾ നിങ്ങളെ മെക്കെട്ട് കയറാനൊന്നും വരുന്നില്ല, പക്ഷെ അത് ചെയ്തത് ശരിയായില്ല, കാരണം ഞാൻ അവിടെ മോശക്കാരനായി. അഗസ്റ്റിൻ ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോഴത്തെ ഓർമ്മകളാണ് ഇതെല്ലാം. അങ്ങനെ അഗസ്റ്റിൻ ചേട്ടനെ കാണാൻ പോയപ്പോൾ ഈ ആനിനെ കണ്ടു. ആൻ എൽസമ്മയ്ക്ക് കറക്റ്റായിരിക്കുമെന്ന് തോന്നി. അപ്പം ഞാൻ ആൻ അങ്ങോട്ട് മാറിയ സമയത്ത് അഗസ്റ്റിൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഇവളെ അഭിനയിപ്പിക്കാൻ വിടുന്നു. അപ്പം എനിക്കറിയാം അഗസ്റ്റിൻ ചേട്ടൻ അസുഖബാധിതനായിട്ട് വീട്ടിലിരുന്ന് ഇരിക്കുകയാണ്. അപ്പോൾ വരുമാനം ഒക്കെ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്നുള്ള വരുമാനം നിന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് LIC ഏജൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു വീടൊക്കെ പുള്ളി നല്ലൊരു വീട് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ പുള്ളിയുടെ അച്ചീവ്മെൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഈ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ഇരിപ്പ് അദ്ദേഹത്തെ സാമ്പത്തികമായിട്ട് കുഴപ്പത്തിലാക്കുമെന്ന് എനിക്കറിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൾ അഭിനയിച്ച എങ്ങാനും ക്ലിക്ക് ആവുകയാണെങ്കിൽ അവൾക്ക് കുടുംബം നോക്കാൻ പറ്റുമല്ലോ. പിന്നെ മൂത്ത കുട്ടിയും ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു അവള് ഒരു ഗസ്റ്റിന് ഈ പൂ കൊണ്ടുപോയി കൊടുക്കില്ല, അങ്ങനെ ഒരു പൂ കൊണ്ടു കൊടുക്കാൻ പോലും ഒരു സ്റ്റേജിൽ കയറിയിട്ടില്ല. അവൾ ഇന്ന് വരെ എന്തെങ്കിലും കലാപരമായ താല്പര്യങ്ങൾ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീ വെറുതെ ഒരു റിസ്ക് എടുക്കണ്ട, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് നീ വെറുതെ പുലിവാല് പിടിക്കണ്ട. നായിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പോൾ നീ കഥയുടെ ഒരു ഇത് പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു റിസ്കി ആയിട്ടുള്ള ഒരു സാധനമല്ലേ, അതുകൊണ്ട് നീ അത് ആ റിസ്ക് എടുക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം എന്നാണ് അഗസ്റ്റിൻ എന്നോട് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു ഇല്ല കുഴപ്പമില്ല, ഞാൻ ചെയ്യിച്ചോളാം എന്ന് പറഞ്ഞ് ആനെ സിനിമയിൽ അഭിനയിപ്പിച്ചു. ആ സിനിമ വിജയമായി. പിന്നീട് ആൻ കുറേ സിനിമകളിലൊക്കെ അഭിനയിച്ചു. എൽസമ്മ എന്ന ആൺകുട്ടിയുടെ ആനിൻ്റെ ഷൂട്ടിംഗ് തീരുന്ന ദിവസം സെറ്റിൽ അഗസ്റ്റിൻ ചേട്ടൻ വന്നു. അഗസ്റ്റിൻ ചേട്ടൻ കാറിൽ സഹായികളുടെയൊക്കെ സഹായത്തോടു കൂടി വന്ന് സെറ്റിൽ വന്നിട്ട് എന്നെ ഹഗ് ചെയ്ത് എന്നോട് താങ്ക്സ് പറഞ്ഞു. അവൾ നന്നായി ചെയ്തോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവൾ അഭിനയിച്ച കുറേ സീനുകളൊക്കെ കാണിച്ചു, ലാപ്ടോപ്പിൽ കാണിച്ചു. വലിയ സന്തോഷമായി. പോകാൻ നേരത്തെ എനിക്കൊരു ഷർട്ട് പുള്ളി കോഴിക്കോട് നിന്ന് മേടിച്ചോണ്ട് എനിക്കുള്ളൊരു സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഒരു ഷർട്ട് സമ്മാനിച്ചു, ഒരു വെള്ളയിൽ നീല വരകളുള്ളൊരു. അപ്പം അത് കഴിഞ്ഞ് പിന്നീട് ഞാൻ 2011 ഡയമണ്ട് നെക്ലസ് എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് ദുബായിൽ നടക്കുമ്പോൾ പെട്ടെന്ന് ആരോ എന്നെ പുറകിൽ നിന്ന് ഇങ്ങനെ ഹഗ് ചെയ്തു. ഞാൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അഗസ്റ്റിൻ ചേട്ടൻ. അപ്പോൾ ഈ വയ്യാത്ത ആള് എന്തോ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ദുബായിൽ വന്നിരിക്കുക. എനിക്ക് വേണം അതായിരുന്നു അവസാനമായിട്ട് ഞങ്ങൾ കാണുന്നത്. ദുബായിൽ വന്ന് എന്നെ കാണാൻ, ദുബായിൽ വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ലൊക്കേഷനിൽ വന്നു. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിലെത്തിയതിന് ശേഷം 2013 അദ്ദേഹം അന്തരിച്ചു. അപ്പം മരിക്കുന്നതിന് മുമ്പ് ഞാൻ പോയി കണ്ടിരുന്നു, പക്ഷെ ബോധമൊന്നുമില്ല, ഹോസ്പിറ്റലിൽ കിടക്കുന്നു. അതിന് തൊട്ട് മുമ്പ് കണ്ടിരുന്നു. എറണാകുളത്ത് കുറച്ച് കാലം അമൃതയിൽ അഡ്മിറ്റഡ് ആയിരുന്നു. ആ സമയത്ത് ഞാൻ കാണുന്ന ഞങ്ങൾ തമ്മിൽ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീണ്ടും ഇവിടുന്ന് കൊണ്ടുപോയി ഒരുവിധം ഭേദമായിട്ട് ഇവിടുന്ന് പോയി. പക്ഷെ അവിടെ വെച്ച് വീണ്ടും അറ്റാക്ക് പോലെ എന്തോ വന്നിട്ട് പുള്ളി ഹോസ്പിറ്റലൈസ്ഡായി. ആ സമയത്ത് ഞാൻ ചെല്ലുമ്പോൾ ബോധമൊന്നുമില്ലാതെ ICUയിൽ കിടക്കുകയാണ്. ജസ്റ്റ് കണ്ടു, അടുത്ത ദിവസം തന്നെ അദ്ദേഹം മരിക്കുകയും ചെയ്തു. അഗസ്റ്റിൻ ചേട്ടന് എൻ്റെ സിനിമകളിൽ മറവത്തൂർ കനവ്, രണ്ടാം ഭാവം, കുറേ സിനിമകളിലുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അഭിനയിക്കുന്നതിലുപരി ഈ കോഴിക്കോട് വെച്ചിട്ടും എറണാകുളത്ത് വരുമ്പോഴും ഒക്കെയുള്ള സുഹൃത്ത് സദസ്സുകളിൽ ആണ് ഞാൻ ഏറ്റവും അധികം അദ്ദേഹത്തിൻ്റെ തമാശകൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും അദ്ദേഹത്തെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ തമാശകൾ കേൾക്കാൻ അദ്ദേഹം ഉള്ള റൂമിൽ, അദ്ദേഹത്തിനോടൊപ്പം ഈ സുഹൃത്തുക്കളൊക്കെ ആയിട്ടിരിക്കുന്ന റൂമിൽ ഞാനും പോകും. കാരണം കുറേ നേരം മനസ്സ് തുറന്ന് ചിരിക്കാനുള്ള വകയുണ്ട്. ഒരുപാട് ചിരിപ്പിച്ചു അഗസ്റ്റിൻ ചേട്ടൻ. താങ്ക് യു.